മനസ്സിലായില്ല. ഞാൻ അശോകൻ. കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി, ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ടോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ, എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്തുവാണ്? വാട്ട് ഡു യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവമേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക എന്താ? നിന്നെ എന്നടാ മോനെ അശോക. അശോക കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ട, നീ ഇവിടെ നേപ്പാളില്ല? അപ്പുക്കുട്ടനെ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ട, നീ വിളച്ചെടുക്കണ ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ രണ്ടു വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്. മാറിയില്ലേ? അശ്വതി, ഇയാൾ ഇവിടെയും വന്നോ? മോള് ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്നെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇവൻ കള്ള റാസ്കലാണ്. അമ്മാവാ അങ്ങനല്ലാതെ. അമ്മ അവന് ഇനി ഇതിൽ ഇടപെടണ്ട. ഞാൻ അവനെ കൈകാര്യം മാറിയില്ല. ആർശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ചാ കളി പഠിപ്പിക്കും. ഇറങ്ങി ഡോൾമമ്മായി ഒരു ചായ. ധ്യാൻ ദേക്കി കൊത്തിച്ച് कैसा खा? പൂലാൻ ദേവിയോ? ചായയല്ലേ ചോദിച്ചുള്ളൂ, ചാരായം ചോദിച്ചില്ലല്ലോ. കിയാടെ? അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ കത്തി ഹെൽപ്പ്. പൈ ലിപ്സ്, രസ്യം മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ട് ഇരിക്കല്ലേ കുട്ടിമാമ. ഡോൾമ അമ്മായി ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ടടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ? എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഡോൾമ, അടുക്കളയിലുള്ള സ്പൂണിന്റെയും പാത്രത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി കിനു, അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുനോന്ന് വെച്ച എന്താ കുട്ടിമാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ. അശ്വതി എന്നെ വിളിച്ചോ? ഇല്ല. ഒരു വിളി ഞാൻ കേട്ടല്ലോ. തോന്നിയതായിരിക്കും. ശരിയാ, ഏത് നിമിഷവും അശ്വതിയുടെ വിചാരോട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് തോന്നിയതാവും. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബുദ്ധന്റെ റിസർച്ച് നടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പുകുട്ടേട്ടാ. എന്താ അശ്വതി? ഞാൻ അപ്പുകുട്ടേട്ടാന്ന് വിളിച്ചപ്പോ അശോകേട്ടൻ എന്തിനാ വിളി കേട്ടത്? എന്റെ ഓമന പേരാണെന്ന് വിചാരിച്ചു. അശ്വതി എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. എന്നാ ഇനി മുതൽ ഞാൻ അപ്പുകുട്ടേട്ടാന്നേ വിളിക്കുള്ളൂ. അല്ല, സ്വീറ്റ് അപ്പുന്നായാലോ? അശ്വതി ഇഷ്ടം. പോടാ, ഇത് അവന്റെ ഫോട്ടോ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ശരിയാണല്ലോ, ഇതെങ്ങനെ എന്റെ മേശപ്പുറത്ത് വന്നു? അശ്വതിയെ വശീകരിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടിട്ടതാണ്. രണ്ടും കൽപ്പിച്ച് നടക്കുന്നവൻ അവൻ. അശ്വതി കരുതിയിരുന്നോണം. എന്തിനെന്നു? കുട്ടിമാമ അശ്വതി എന്നെ ഏൽപ്പിച്ചിട്ടാ പോക്കറയ്ക്ക് പോയിരിക്കുന്നത്. തിരിച്ചു വരുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചാല് സമാധാനം പറയേണ്ടവൻ ഞാനാ. ഡാഡി തിരിച്ചു വരാൻ കാത്തിരിക്കാ ഞാനും. എന്നിട്ട് വേണം എനിക്ക് എല്ലാം പറയാൻ. എന്തോന്ന് പറയാൻ? അവനെ പറ്റി ഇനി മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അശ്വതി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നാളെ മുതൽ ഞാൻ നിഴല് പോലെ അശ്വതിയുടെ പുറകെ ഉണ്ടാവും. ബാക്കി ഇരുന്നോണ്ട്. താങ്ക് യു.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മച്ചി ഒന്ന് നിൽക്കണേ ശരി. ഏക്ക് ലഡ്കാ ഏക്ക് ലഡ്കി ഇതുവഴി പോകുന്നതേക്ക് മറുക്കൻ ചൊല്ലിന മരത്തിന്റെ മകി. അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ എരപ്പാളിയാണ്. അശ്വതിക്ക് കാട്ടിൽ എന്താ കാര്യം? അവൾ ഒറ്റയ്ക്ക് കാട് കയറത്തില്ലല്ലോ. കൂടെ അവനും കാണും. അമൃഗം കാട്ടിവെച്ച് മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ്. നടത്തൂല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ. അയ്യോ എല്ലാവരും കൂടി പിച്ച് ചീന്തി തന്നെയല്ലേ? അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് വയ്യ. അയ്യോ ഞാൻ പാവമാണ്. എന്നെ വിട്ടേക്ക്. എന്ത് എന്തത് ഏതാ? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ നിന്ന് പഠിച്ചോണ്ട് വരായിരുന്നു. അയാളോട് വെറുതെ ഇരിക്കായിരുന്നു. അയ്യോ കോടാലി വെട്ടല്ലേ. ഞാൻ ചെയ്യണോ? അയ്യോ ചെയ്യാം. പിന്നെ അയ്യോ ഏറ്റവും നീ സമാധാനപ്പെടും. നിന്നെ കുറിച്ച് എന്നെ എഴുതാം. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ. ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല. നമ്മുടെ അപ്പുക്കുട്ടൻ. അമ്പട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. ആഹാ. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. ഓ. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. ആ. 24 മണിക്കൂറിനകം വിത്തിൻ 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിൽ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. അരശുമൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോടനെ വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോട്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. പോടാ വിട്. അരഞ്ഞണത്തിന്ന് വിട്. കോഹോ അമ്പട്ടൻ പാരാ. ആ പാരാ. കീ അറിയുമ്പോച്ചേ പോടാ. പാരാ. അമ്പട്ടൻ. ആ.